അതല്ലാതെ ഒരു പെൺകുട്ടിയെ സമ്മർദ്ദം ചെലുത്തിയിട്ടൊന്നും കോഷ് ചെയ്യുന്ന നടപടി ഉണ്ടാവില്ല. മിസ്സിംഗ് കേസിൽ പെൺകുട്ടിയുടെ പിതാവ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് പെൺകുട്ടിയെ കോടതി മുമ്പാകെ ഹാജരാക്കുകയും മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ മൊഴി നൽകിയിട്ട് പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടി അവരുടെ സ്വന്തം ബിൽപ്രകാരമാണ് പോയതെങ്കിൽ ആ ഒരു പ്രൊസീഡിങ്സേ അവിടെ നടക്കുകയുള്ളൂ. കഴിഞ്ഞ 29-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് എൻ്റെ സഹ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അശോകാണ് പോയിട്ടുള്ളത്. അവർ മുമ്പാകെ പെൺകുട്ടി ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒപ്പുവെച്ച അഫിഡവിറ്റും മറ്റു കാര്യങ്ങളും ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പരാതിക്കാരി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. കാരണം അവർ തമ്മിൽ FIS കൊണ്ട് തന്നെ പരാതിക്കാരി ഒരു 498 പ്രകാരമുള്ള പോലീസ് എടുത്ത ഇന്ത്യൻ ശിക്ഷാ നിയമം 498 പ്രകാരമുള്ള ഒരു കേസും ഇല്ല എന്ന് FIS കൊണ്ട് തന്നെ വ്യക്തമാണ്. പരാതിക്കാരുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി പീഡിപ്പിച്ചിട്ടില്ല, യാതൊരു മറ്റു കാര്യങ്ങളില്ല. പരാതിക്കാരിയുടെ ഫോൺ സർട്ടിഫിക്കറ്റ് പോലും കോടതിയിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട പോലീസ് ചെയ്ത പ്രവർത്തനങ്ങളുടെ പോരായ്മയാണ് ഈ കേസിൽ കാണുന്നത്. മുറിവ് എവിടുന്നും വരാം. കാരണം അതിനുശേഷം പോലീസ് പറവൂർ 10 ദിവസം കഴിഞ്ഞിട്ട് പറവൂർ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടുന്ന് ഒരു ഫോൺ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. കാരണം ഈ 10 ദിവസവും രാഹുലോ അല്ലെങ്കിൽ രാഹുലിന്റെ ബന്ധുക്കളോ പരാതിക്കാരുടെ കൂടെ ഇല്ല. അപ്പോൾ പിന്നീടുണ്ടായ പരിക്ക് ആരുടെ ഭാഗത്ത് വന്നാന്ന് പരിശോധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കേസിന് ഫസ്റ്റ് ഇൻഫർമേഷൻ FIS-ഉം FIR-ഉം കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്തുണ്ടാവുന്ന ഫോൺ സർട്ടിഫിക്കറ്റ് കൊണ്ട്, കാരണം പരാതിക്കാരിക്ക് മെയ് 11 രാത്രി സംഭവിച്ചു എന്ന് പറയുന്ന വിഷയത്തിൽ 12-ാം തീയതി ഉച്ചവരെ പരാതിക്കാരിക്ക് യാതൊരു പരാതിയില്ലായിരുന്നു. അത് ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. പരാതിക്ക് ഒരു വിഷയവും പരാതിയില്ലായിരുന്നു. വീട്ടുകാർ അടുക്കള കാണാൻ വന്ന സമയത്ത് വീട്ടുകാരുണ്ടായ ചില സാങ്കേതിക വിഷയങ്ങൾ കൊണ്ടുണ്ടായ വിഷയങ്ങൾ മാത്രമേ ഇതിന് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പരാതിക്കാരി ഭർത്താവുമായുള്ള സൗന്ദര്യപ്പണക്കം തീർത്ത് ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുള്ളത്. പന്തീരങ്കാവ് കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി മൊഴി മാറ്റി പറഞ്ഞിരുന്നു യൂട്യൂബ് വീഡിയോയിലൂടെ. അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണമാണ് കേട്ടത്. നമുക്കതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. തുടക്കം മുതൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ പ്രതിനിധി അനീഷ് ആന്റണി അല്പസമയത്തിനകം ചേരും. കോഴിക്കോട് റിയാസ് ചേരും അല്പസമയത്തിനകം. പന്തീരങ്കാവിൽ നവവധുവിനെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അതിക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് പന്തീരങ്കാവ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നത്. എതിരെയാണ് ഇപ്പോൾ ഈ പ്രതിക്കായി അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് യുവതിയുടെ മൊഴിമാറ്റ വീഡിയോ പുറത്തു വന്നത്. റിയാസ് KMR വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, ഈ പ്രതിയുടെ അഭിഭാഷകൻ എന്താണ് പറയുന്നത്? മൊഴിമാറ്റത്തെക്കുറിച്ചും മറ്റും എന്താണ് അവരുടെ പ്രതികരണം? എന്താണ്? പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം ഫക്സാൻ അല്പം മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഈ പന്തീരാങ്കാവ് കേസിലെ നവവധു ഈ കേസ് പിൻവലിക്കുന്നതിനാവശ്യമായ ഹൈക്കോടതിയിൽ ഈ കേസ് ക്വാഷ് ചെയ്യുന്നതിനാവശ്യമായ രേഖകളിൽ ഒപ്പിട്ട് നൽകി. മെയ് 29-നാണ് തന്റെ സഹ അഭിഭാഷകന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ പെൺകുട്ടി രേഖകളിൽ ഒപ്പിട്ട് നൽകിയത് എന്ന് പറയുന്നു. അതേസമയം നേരത്തെ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഈ ഒരു കേസിൽ 164 സ്റ്റേറ്റ്മെന്റ്, അതായത് രഹസ്യമൊഴി മജിസ്ട്രേറ്റ് മുൻപാകെ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങാം എന്നുള്ളൊരു ആത്മവിശ്വാസം അന്വേഷണ സംഘം പ്രകടിപ്പിച്ചിരുന്നു. പെൺകുട്ടി മൊഴിമാറ്റിയത് കോടതിയിലല്ല, മറിച്ച് യൂട്യൂബ് ചാനലിലാണ്. അതുകൊണ്ട് തന്നെ അത് ഈ കേസിന്റെ നടത്തിപ്പിനെ ബാധിക്കില്ല എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത് 164 സ്റ്റേറ്റ്മെന്റ് നൽകിയത് കേസിന്റെ മുന്നോട്ടുള്ള നടത്തിപ്പിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹം പോലീസിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് ഈ ഒരു കേസ് ഉണ്ടാകുന്നതിന് കാരണം. ഇതിൽ FIS നൽകിയപ്പോൾ, അതായത് പ്രാഥമികമായ മൊഴി നൽകിയപ്പോൾ അതിൽ തന്നെ പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സ്ത്രീധന പീഡനം കാരണമുള്ള പീഡനമല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് കൃത്യമായി പോലീസ് രേഖപ്പെടുത്തിയില്ല. കാരണം പോലീസ് അതിൽ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തുകയായിരുന്നു എന്നാണ് പ്രതിഭാഗത്തിന്റെ ഒരു ആരോപണം. കൂടാതെ പരാതിക്കാരിക്ക് പരിക്ക് പറ്റി എന്ന് പറയുമ്പോൾ പോലും പരാതിക്കാരിക്ക് പരിക്ക് പറ്റിയ സർട്ടിഫിക്കറ്റ് ഇതുവരെയായി കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതും ഒരു പ്രതിഭാഗം വലിയൊരു പോസിറ്റീവായൊരു ഘടകമായാണ് പ്രതിഭാഗം കാണുന്നത്. ഒപ്പം തന്നെ ഈ 29-ന് ഈ അഫിഡവിറ്റിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ, കേസ് ക്വാഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ
ഒപ്പിട്ടതിന് ശേഷമാണ് ഈ പെൺകുട്ടി ഈ സമൂഹ മാധ്യമത്തിലൂടെ ഈ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് പോലെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടല്ല, പെൺകുട്ടി സ്വമേധയാ തന്നെ അത് പറയുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. ശരി റിയാസ്.